ഹായ് കൂട്ടുകാരെ, അപ്പം ഇന്ന് ചെറിയൊരു വിളവെടുപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. കൃഷി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്കും ഷെയറും സബും ചെയ്യാൻ മറക്കരുത്. ഒരു ചെറിയ വിത്ത് മണ്ണിലിടുമ്പോൾ തുടരുന്നതാണ് വിളവെടുപ്പിൻ്റെ കാത്തിരിപ്പ്. അത് മുളച്ച് വളർന്ന് കായ്ഫലമായി നമ്മുടെ കൈകളിലെത്തുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി വാക്കുകൾക്കതീതമാണ്. വെയിലത്തും മഴയത്തും മണ്ണിൽ പണിയെടുത്തതിൻ്റെ ക്ഷീണം അത്രയും ആദ്യത്തെ വിളവ് കാണുമ്പോൾ പമ്പ കടക്കും. ഞാൻ ഒഴിച്ച വിയർപ്പിന് പ്രകൃതി നൽകുന്ന അംഗീകാരമാണത്. ഒരു ചെടി നട്ടു നനച്ച് അതിൽ നിന്ന് ആഹാരത്തിനുള്ളത് കണ്ടെത്തുക എന്നത് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. എനിക്കും കൃഷി ചെയ്യാനാകും എന്ന തോന്നൽ മനസ്സിൽ വലിയ സന്തോഷം നിറക്കും. അതുപോലെ നമുക്ക് കിട്ടിയ വിഷമില്ലാത്ത പച്ചക്കറികളോ പഴങ്ങളോ അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ നൽകുമ്പോൾ ലഭിക്കുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. പ്രകൃതി നമ്മെ കൈവിടില്ല എന്ന ഉറപ്പ് ഈ വിളവെടുപ്പ് നൽകുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഞാനിവിടെ കുറച്ച് പാവക്ക അതുപോലെ വഴുതനയൊക്കെ വിളവെടുക്കാൻ പാകമായതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. ഒരുപാടാണ് ഞാൻ ഇതിൻ്റെ മുമ്പ് ഇതിൽ നിന്നൊക്കെ വിളവെടുത്തത്. നല്ല രീതിയിൽ തന്നെ എനിക്ക് വഴുതനയും പച്ചമുളകും വെണ്ടക്കയും ഒക്കെ വിളവെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. പൊട്ടി മിക്സായിട്ട് ഞാൻ കൂടുതൽ ഉണങ്ങിയ കരിയിലയാണ് നിറക്കാറ്. കുറച്ച് മണ്ണേ ഇട്ട് കൊടുക്കാറുള്ളൂ. മണ്ണിൻ്റെ അളവ് വളരെ കുറവാണ് കേട്ടോ. ഈ ഗ്രോ ബാഗിലൊക്കെ നല്ല രീതിയിൽ തന്നെ ജൈവവളങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇതൊക്കെ നട്ടു കൊടുത്തത്. വളമായിട്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെയാണ് ഇട്ട് കൊടുക്കാറ്. കൂടുതൽ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന വളം തന്നെയാണ് ഈ ചെടികൾക്കൊക്കെ കൊടുക്കാറ്. അതായത് നമ്മളെ കിച്ചൺ വേസ്റ്റ് അത് കമ്പോസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം അതും വെറുതെ പാഴാക്കി കളയാറില്ല. അതും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും, ഇരട്ടി വെള്ളം ചേർത്ത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചീരയാണ് കേട്ടത്. നല്ല ഉഷാറായിട്ട് തന്നെ ഇതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തണ്ട് ഇതുപോലെ നിർത്തിയിട്ട് ബാക്കി ഭാഗം ഇങ്ങനെ മുറിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റിൽ നിന്നും വീണ്ടും വീണ്ടും പുതിയ തളിർപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ കൃഷി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, കൃഷിയെ സ്നേഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അതാ നമുക്കൊരു തണ്ട് കറിവേപ്പും കൂടി പൊട്ടിച്ചെടുക്കാം. ഇത് നമുക്കെന്നും ആവശ്യമുള്ള ഒന്നാണല്ലോ. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് ഞാൻ ഇന്ന് ഇതിൽ നിന്ന് വിളവെടുത്തത്. പാവക്ക, വഴുതന, കറിവേപ്പ്, പച്ചമുളക്, പച്ചച്ചീര. ഇത് തന്നെ ധാരാളമാണ്. നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ ഇത് മതി. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.